പാലക്കാട് KSUവിലെ പൊട്ടിത്തെറി അധിക ദിവസമായിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും ഇത് കോൺഗ്രസിലേക്കും എത്തുന്നു എന്നതാണ്. ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കത്തിൽ കോൺഗ്രസ് നേതാക്കളിൽ കൂടി അതൃപ്തിയുണ്ട്. ആ അതൃപ്തി രൂക്ഷമാവുന്ന ഒരു സാഹചര്യമുണ്ട്. ഇനി ഈ പൊട്ടിത്തെറി എ ഗ്രൂപ്പിലെ ചില നേതാക്കൾ ബോധപൂർവം സൃഷ്ടിച്ചതാണ് എന്നുള്ളൊരു കണക്കുകൂട്ടലാണ് ഇപ്പോഴും ഐ ഗ്രൂപ്പ് ഉള്ളത്. അരുൺ, ഈ വാർത്തയുടെ വിവരങ്ങൾ ഇത് വിശദമായി നമ്മൾ പ്രതികരണങ്ങൾ ഉൾപ്പെടെ വരും മണിക്കൂറുകളിൽ എടുക്കുമെങ്കിലും എന്താണ് ഈ വാർത്തയുടെ വിശദാംശം? നമുക്കറിയാം, ഷാഫി പറമ്പിൽ വടകരയിൽ വിജയിച്ചതോടുകൂടെ തന്നെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ്. ഉപതെരഞ്ഞെടുപ്പിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള കൊണ്ടുപിടിച്ചുള്ള ഈ ശ്രമങ്ങൾ ഷാഫിയുടെ ഭാഗത്തു നിന്നും മറ്റുമൊക്കെ നടക്കുന്നുണ്ട്. അതിനിടെയാണ് കഴിഞ്ഞ ദിവസം KSUവിലെ ഒരുപറ്റം നേതാക്കൾ 23 നേതാക്കൾ രാജിസന്നദ്ധത അറിയിച്ചുകൊണ്ട് നേതൃത്വത്തെ സമീപിച്ചത്. ഇവർ രാജിവെക്കുന്നതിലേക്ക് നയിച്ച കാരണം എന്ന് പറയുന്നത് ഈ ഐ ഗ്രൂപ്പുകാരനായ ഒരു വ്യക്തിയെ KSUവിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ചുമതലയിലേക്ക് എത്തിച്ചു. ഒപ്പം തന്നെ ഒരു 6 പേരെ പുതുതായി 33 അംഗ കമ്മിറ്റിയായിരുന്നു 7 മാസം മുമ്പ് തെരഞ്ഞെടുത്തത്. അതിലേക്കൊരു 6 പേരെ കൂടി ഉൾപ്പെടുത്തിയതാണ് ഈ 23 നേതാക്കളെ ചൊടിപ്പിച്ചത് എന്നുള്ളതാണ്. ഏതായാലും ഈ 23 നേതാക്കളും ഷാഫി പറമ്പിലിന്റെ അനുയായികളാണ്. അവർ രാജ്യസന്നദ്ധത അറിയിച്ച് നേതൃത്വത്തിന് കത്ത് നൽകുകയും ഇവരുടെ ഈ പൊട്ടിത്തെറിയെക്കുറിച്ച് KSUവിനകത്തെ പൊട്ടിത്തെറിയെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടി ഇന്നലെ വൈകിട്ടോടുകൂടെ തന്നെ 3 അംഗ കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ട്. യദുകൃഷ്ണൻ MG, അതുപോലെ തന്നെ നിതിൻ മണ്ണക്കാട്ടുമണ്ണിൽ, ജിത്തു ജോസഫ് എബ്രഹാം എന്നീ 3 കമ്മിറ്റിയാണ് ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടി നിയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതേസമയം തന്നെ ഈ KSUവിനകത്തെ പൊട്ടിത്തെറി അത് കോൺഗ്രസിലേക്ക് വ്യാപിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ പാലക്കാട് കാണാൻ സാധിക്കുന്നത്. കാരണം ഈ ഷാഫിയുടെ നേതൃത്വത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കത്തിനെതിരെ നേരത്തെ തന്നെ ഐ ഗ്രൂപ്പിന് വലിയ ഒരു പ്രതിഷേധമുണ്ടായിരുന്നു. ഐ ഗ്രൂപ്പിനിടയിൽ അത് മറനീക്കി പുറത്തു വരുന്ന സാഹചര്യം പോലും പലപ്പോഴും ഉണ്ടായിരുന്നു. രാഹുൽ സ്വന്തം നിലയ്ക്ക് പ്രചാരണം ആരംഭിച്ചതിനെതിരെ വലിയ വിമർശനം DCC പ്രസിഡന്റ് ഉൾപ്പെടെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ഈ രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഒരു കോണിൽ നടക്കുമ്പോൾ ഐ ഗ്രൂപ്പ് അതിന് ചെറിയ രീതിയിലൊരു മൗനാനുവാദം അല്ലെങ്കിൽ അത്തരത്തിൽ രാഹുൽ സ്ഥാനാർത്ഥിയാവുന്നെങ്കിൽ ആയിക്കോട്ടെ എന്നൊരു നിലപാടിലായിരുന്നു ഒരു കുറച്ച് ആളുകളെങ്കിലും ഉണ്ടായിരുന്നത്. പക്ഷേ നിലവിൽ ഈ KSUവിലെ ഈ രാഹുൽ അനുയായികൾ അല്ലെങ്കിൽ ഷാഫിയെ പിന്തുണയ്ക്കുന്ന ആളുകൾ അവർ ഇത്തരത്തിൽ ഈ ഐ ഗ്രൂപ്പിലെ വ്യക്തിയെ KSUവിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ആക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്ന ഈ സാഹചര്യത്തിൽ പിന്നെ എന്തിനാണ് രാഹുലിനെ ഇവർ സ്ഥാനാർത്ഥിയാക്കാൻ, രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാട് സ്ഥാനാർത്ഥിയാക്കാനുള്ള ഇവരുടെ ശ്രമത്തിന് തങ്ങൾ എന്തിന് പിന്തുണ നൽകണം എന്നൊരു ചിന്ത ഇപ്പോൾ ഈ ഐ ഗ്രൂപ്പുകാർക്കിടയിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഐ ഗ്രൂപ്പുകാർ അതുകൊണ്ട് തന്നെ രാഹുലിനെ ഇനി ഏതായാലും ഈ പാലക്കാട് സ്ഥാനാർത്ഥിയാക്കുന്നതിന് വേണ്ടി തങ്ങൾ പിന്തുണയ്ക്കില്ല എന്നുള്ളൊരു നിലപാടിലേക്ക് ഇതിനോടകം തന്നെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. നേരത്തെ അത് ഈ നേതൃതലത്തിൽ ഈ രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെയുള്ള ഒരു മുറുമുറുപ്പ് ഉണ്ടായിരുന്നു. അതിപ്പോൾ താഴെ തട്ടിലേക്കും പടർന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഈ KSUവിൻ്റെ പ്രശ്നത്തോടു കൂടെ തന്നെ അത് താഴെ തട്ടിലെ നേതാക്കളിലേക്കും മറ്റുമൊക്കെ പടർന്നിരിക്കുന്നു. അവർ ഏതു തരത്തിലും ഇനി രാഹുലിനെ ഈ പാലക്കാട് സ്ഥാനാർത്ഥിയാക്കാൻ തങ്ങൾ അനുവദിക്കില്ല. പുറത്തു നിന്നുള്ള ഒരു സ്ഥാനാർത്ഥിയെ കെട്ടിയിറക്കേണ്ട ആവശ്യമൊന്നും നിലവിൽ പാലക്കാട് ഇല്ല. പാലക്കാട് തന്നെ നല്ല സ്ഥാനാർത്ഥികളുണ്ട്. വിജയിക്കാൻ തന്നെ കരുത്തുള്ള നിരവധി ആളുകൾ, നേതാക്കൾ പാലക്കാടുണ്ട്. അത്തരത്തിലുള്ള ആളുകളെ സ്ഥാനാർത്ഥിയാക്കിയാൽ മതി എന്നുള്ളൊരു നിലപാടിലേക്ക് ഐ ഗ്രൂപ്പിലെ ആളുകൾ എത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഏതായാലും ഈ KSUവുമായി ബന്ധപ്പെട്ടുള്ള പൊട്ടിത്തെറികൾ അത് കോൺഗ്രസിലേക്കും വലിയ രീതിയിൽ വ്യാപിക്കുകയാണ്. കോൺഗ്രസിൽ ഏതായാലും ഇപ്പോൾ ഐ ഗ്രൂപ്പ്, ഈ എ ഗ്രൂപ്പ് ആയ ഷാഫി പറമ്പിലും സംഘവും ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സ്ഥാനാർത്ഥിയാക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ നീക്കങ്ങളിലേക്ക്, ചരടുവലികളിലേക്കൊക്കെ കടക്കുമ്പോൾ അതിന് തുടക്കത്തിൽ തന്നെ കല്ലുകടിയായി മാറുകയാണ് ഈ KSUവുമായി ബന്ധപ്പെട്ടുള്ള പൊട്ടിത്തെറികൾ എന്നുള്ളതാണ്.